വഴി വെച്ച് കണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വേഗം ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് അർത്ഥമുണ്ടോ? വേറെന്ത് വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സുധീഷേട്ടാ. അതെ, നിനക്കൊന്നും അറിയില്ല. നീ ഈ ലോകത്ത് ഇപ്പൊ പൊട്ടിമൊളിച്ചാണല്ലോ. ഹരീഷ്, നീ ഒന്നും മിണ്ടായിരുന്നേ, അവള് പറയട്ടെ. ഇവൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയണ്ടേ? എന്തിനാ സുഭാഷേട്ടന്റെ അടുത്ത് പോയി സംസാരിക്കണേ? ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ സുഭാഷേട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അല്ല, ഒരു വേള ആ കല്യാണം നടന്നിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ എന്നോട് ഹരീഷ് മിണ്ടാതിരിക്കുന്ന കണ്ട ആ കല്യാണം നടന്ന് നിങ്ങളുടെ സുഭാഷേട്ടന്റെ ജീവിതം കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയി പോയിന്ന് തോന്നുമല്ലോ. കണ്ടില്ലേ സുധീഷേട്ടാ, ഇവള് പറയണ കേട്ടില്ലേ? നീ ഒന്നും മിണ്ടായിരിക്കടാ, അവള് പറയുന്നത് ശരി തന്നെയാണ്. എടാ, ആ കല്യാണം അതിന് നടന്നിട്ടില്ലല്ലോ. അതും മനസ്സിൽ വെച്ചോണ്ട് നീ ഇവളെ ചീത്ത വിളിക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ വീടിന്റെ അവസ്ഥ ഇവൾക്ക് മനസ്സിലാവണം. അല്ലാണ്ട് ഇവളുടെ താളത്തിന് ആടിത്തുള്ളൻ എന്നെ കിട്ടില്ല. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബന്ധം ആലോചിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇവളോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് ഇവള് പോയി സുഭാഷേട്ടന്റെ അടുത്ത് സംസാരിക്കേണ്ട കാര്യണ്ടാ? പറയടോ, അതെന്നോട് പറഞ്ഞൂല്ല. ശരി, ഞാൻ തെറ്റാണ് ചെയ്തത്, സമ്മതിക്കുന്നു. അതിന് ഞാൻ തൻകാര്യം നോക്കുന്നവളാണെന്നും സെൽഫിഷ് ആണെന്നും പറഞ്ഞ് നീ എന്നെ ചീത്ത വിളിച്ചില്ലേ? എന്നിട്ട് നിന്റെ ദേഷ്യം അവസാനിച്ചില്ലേ? എടാ ഹരീഷ്, നീ ഇത് തെറ്റായിട്ട് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ? എടാ, നിനക്ക് വിളിക്കാവുന്ന മാക്സിമം ചീത്തയൊക്കെ നീ വിളിച്ചിട്ടില്ലേ? എടാ ഹരീഷ, പാവല്ലടാ, ഒന്നുമില്ലല്ലോ, നിന്നെ അന്വേഷിച്ച് ഇവിടം വരെ വന്നില്ലേ അവള്? സംസാരിച്ചേ. എനിക്കൊന്നും പറ്റില്ല. ശരി, അവൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷെ എന്നോട് ലവ് ഇല്ലെന്ന് അവൻ പറയണം. പറയാൻ പറ. അല്ല, അത് നിനക്ക് അറിഞ്ഞൂടെ നീതു? രാത്രി മുഴുവൻ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നത് നിന്നോട് ഇഷ്ടമല്ലഞ്ഞിട്ടാണ്. നീതു, ഇവന് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. അതിലുപരി വീടിനോടും സുഭാഷ് ചേട്ടനോടൊക്കെ ഭയങ്കര അടുപ്പം ഇഷ്ടമാണേ. ഇവന് വേണ്ടി സുഭാഷ് ചേട്ടൻ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നുള്ള പേടികൊണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ രണ്ടാളും കുറച്ച് പരസ്പരം മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂന്നേ. എടാ ഹരീഷ്, നിന്റെ കൈ ഒന്നും വേണ്ട. നീതുന്റെ കൈ വിട്ട്. ഇനി രണ്ടുപേരും അടി ഉണ്ടാക്കാതെ സുഖമായിട്ട് ജീവിക്കണം കേട്ടാ. വഴക്കുണ്ടാക്കേണ്ടത് വിളല്ലേ? എടാ, അതൊന്നും വിടറാ. വിട്ട്. ഇതല്ല, കൈ കയറാ. ഇനി ഇതും പറഞ്ഞ അടുത്ത വഴക്കൊന്നും വേണ്ട. അപ്പൊ പറഞ്ഞ പോലെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ നിമിഷത്തോടെ അങ്ങ് തീർന്നു. കേട്ടല്ലോ? ഓക്കേ ഓക്കേ. എടാ, ഓക്കെ പറയടേ ഹരീഷേ. മൗനം സമ്മതം. അപ്പോഴേ എനിക്കൊരു ഓട്ടം ഉണ്ട്. നിങ്ങൾ ജോളിയായിട്ട് ചില്ലായിട്ടൊക്കെ ഇരിക്കുന്നേ, ഞാൻ പോവാ. ബൈഡാ. ഈ ശല്യം നിർത്തുന്നില്ലല്ലോ. പറ ഗായത്രി, നമുക്കൊന്ന് കാണാൻ പറ്റോ? എന്ത് കാര്യത്തിന്? അത് നേരിട്ട് കാണുമ്പോ പറയാം. ശരി, വരാം. ഞാൻ ലൊക്കേഷൻ അയക്കാമേ. ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാന്ന് വെച്ചാൽ കഷ്ടമാ. എന്നെ വിളിച്ച സ്ഥിതിക്ക് പറയാനുള്ളൊക്കെ ഫോണിൽ കൂടെ അങ്ങ് പറഞ്ഞൂടെ. ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹായ്. ഞാൻ എത്ര സമയം മുതൽ നോക്കി നിൽക്കുന്നറിയോ? എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട്? അയ്യോ, താങ്കൾ വരാൻ നേരെ എടുക്കുമെന്ന് വിചാരിച്ചു. താങ്കളോ? അല്ല, അതൊരു റെസ്പെക്റ്റിന്.
അയ്യേ അതൊന്നും വേണ്ട. എന്നെ എടി പൊടിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. ആ, അയ്യോ എനിക്കങ്ങനെ പെൺകുട്ടികളെ വിളിച്ച ശീലമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? അപ്പൊ എവിടെ? ചുമ്മാ ഒരു കോഫി കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം. ആ, അല്ല എനിക്കിപ്പോ ജോലി ഉണ്ടെന്നേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എവിടെയെങ്കിലും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്നേ. അല്ല ജോലി ഉള്ളതുകൊണ്ടാണോ? ഈ പറയാനുള്ളത് എന്തോ അർജന്റ് കാര്യമാണെന്ന് കരുതിയാ ഞാൻ വന്നത്. സുധീഷ് എന്താ ഇങ്ങനെ? എങ്ങനെ? ഫോണിൽ സംസാരിക്കുമ്പോ എന്ത് സ്വീറ്റാ, നേരിട്ട് കാണുമ്പോ ഒരുമാതിരി ഫോർമല്. അല്ല എനിക്ക് ഈ പെൺകുട്ടികളോട് അധികം ഒറ്റയ്ക്ക് സംസാരിച്ച ശീലമില്ല, അതുകൊണ്ടാ. അപ്പൊ എന്നെ എവിടേക്കും കൂട്ടിക്കൊണ്ട് പോയില്ല അല്ലേ? അല്ല അത് ഇന്നെന്താ ദിവസമെന്നറിയോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? അതല്ല, ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ ആണോ? കൊള്ളാം. ഇന്നാണ് ബർത്ത്ഡേ എന്ന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നേനെ അല്ലേ? ആ പിന്നെ ഉറപ്പായിട്ടും. എനിവേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒന്ന് കൈ തന്നിട്ട് വിഷ് ചെയ്തൂടെ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ശരി, പുറത്തേക്ക് കൊണ്ടുപോണ്ട. അറ്റ്ലീസ്റ്റ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാവോ? ആ അതിനെന്താ, കേറിക്കോ, വാ പോ. ഇന്ന് ഈവനിങ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരും. ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി. സുധീഷ് വരുമോ? ഇന്നോ? ബർത്ത്ഡേയുടെ അന്നല്ലേ ബർത്ത്ഡേ പാർട്ടി നടത്തുക. ഓഹോ ശരിയാ. വെറുതെ വാ, കുറച്ചേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോ. ഫ്രണ്ട്സ് ഒക്കെ വരും. പ്ലീസ്, അത് മാത്രം പറ്റില്ല എന്ന് പറയരുത്. ശരി വരാം. ഞാൻ സുധീഷിനെ പറ്റി ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. എന്ത്? ഒട്ടും സംസാരിക്കുന്നതേ ഇല്ലല്ലോ. ഞാൻ അങ്ങനെയാ. ഈ വീട്ടിലെ ഏറ്റവും സൈലന്റ് ഞാനാ. കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി പറ്റണം. ആ ആണ്. അവിടെ നിർത്തിയാ മതി. ആയോ? താങ്ക്സ്. വൈകിട്ട് ഞാൻ കാത്തിരിക്കും. വരണം. വരാം. ബൈ. കിട്ടണ്ടേ? കംപ്ലീറ്റ് പോയിരിക്കട്ടോ. ഞാനും ഇയാള് ഒറ്റ കാരണം നിന്നോട് ഞാൻ വീട് വെക്കാൻ പറഞ്ഞല്ലേ? അതിന്റെ ഇടയിൽ കൂടെ അവൻ എന്താടാ? ഈ നവംബറിലെ പുതിയ ഗെയിം വരുന്നുണ്ട്. അതിനുമുമ്പ് ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാൻ കരുതി. അല്ലടാ നികേഷ്? അതിനു മുമ്പേ കുടിച്ച വെള്ളം അടച്ചു വെക്കാൻ പഠിക്കണം.
അല്ല ഏട്ടത്തി ശരിക്കും അത് വെള്ളം കുടിച്ച് അടച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിനുള്ളിൽ എന്തെങ്കിലും വീണിട്ട് അതും ചേർത്ത് കുടിക്കണോ? മനുഷ്യർക്ക് മാത്രമല്ലല്ലോ പ്രാണികൾക്കും വെള്ളം കുടിക്കണ്ടേ, അതുകൊണ്ട് തുറന്നു വെച്ചാ. ഓ, ഈ നാക്കില്ലായിരുന്നെങ്കിലേ കാക്ക കുത്തിയേനെ. കൊത്താൻ വേറെ ആളുണ്ടല്ലോ. അല്ല, നിധിക്ക് കാപ്പി വേണോ? എന്താ വേണമെന്ന് പറഞ്ഞാ നിങ്ങൾ കാപ്പിയിടുവോ? അതല്ല, നിധിക്ക് ഇടാൻ പോവാണെങ്കിലേ എനിക്കൂടെ ഇടാൻ വേണ്ടി പറയാനാ. എനിക്കെന്താ വേറെ പണിയില്ലേ? ആ, കോഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് ഷിൻസോ കോഫി കുടിക്കാനേ ഒരു ക്ഷണം ഉണ്ടായിരുന്നു. ഷിൻസോ കോഫിയോ? അതെന്താ? ഒരു പ്രത്യേകതരം കോഫിയാടാ. ബീച്ച് സൈഡിലൊരു കോഫി ഹബ്ബ് ഉണ്ട്, അവിടേക്ക്. ഓ, കോഫി ഹബ്ബ്. അത് നമ്മളെ ഈ കപ്പിൾസ് ഒക്കെ പോകുന്ന സ്ഥലമാണല്ലോ. എന്താ, എനിക്ക് പോയിക്കൂടെ? എന്നിട്ട് പോയോ? പറ്റിയില്ലടാ, വേറെ ദിവസം പോണം. ഓ, ആ ഷോപ്പിന്റെ കാര്യം ആരാ പറഞ്ഞേ? എന്റെ ബോസ് സിദ്ധാർത്ഥ്. ഓ, ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഗംഭീരായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ അപ്രിസിയേഷൻ ആയിട്ടാ എന്നെ സിദ്ധാർത്ഥ കോഫി കുടിക്കാൻ വിളിച്ചു. വൃത്തികെട്ടവൻ. എന്ത്? അല്ലാതെ പിന്നെ ഏൽപ്പിച്ച ജോലി വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളത് ഒരു തൊഴിലാളിയുടെ കടമയാണ്. അത് വൃത്തിയായിട്ട് തന്നെ നിധി ചെയ്തു. അതിന് കൺഗ്രാസ് പറയുന്നതന്നെ മനസ്സിലാക്കാം. അല്ലാതെ ആരെങ്കിലും കോഫി കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുമോ? കോഫി കുടിക്കാനല്ലേ ക്ഷണിച്ചത്, അതിനെന്താ? നിധി അവൻ വളയ്ക്കാൻ നോക്കുന്നതാണെന്ന്. ബസ് സ്റ്റോപ്പിൽ കണ്ട പെണ്ണുങ്ങളോട് കാണിക്കുന്ന ആ സ്വഭാവം ഇല്ലേ ഞങ്ങളുടെ ബോസിനില്ല. ഓഹോ, എന്തു പറ്റി? ബോസിനെ പറയുമ്പോ അങ്ങ് ദേഷ്യം വരുന്നുണ്ടാ? അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കോർപ്പറേറ്റ് കൾച്ചർ ആവുമ്പോ അതൊക്കെ ഉണ്ടാവും. ആ, അതിനങ്ങനെ അടുത്ത ജോലി ചെയ്തിട്ട് വേണ്ടേ? എന്തോന്ന് കോർപ്പറേറ്റ് കൾച്ചർ എന്നാ? 4 ചെയറും ഒരു മേശയും 3-4 കമ്പ്യൂട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാലേ അതങ്ങ് കോർപ്പറേറ്റ് കൾച്ചർ ആവുന്നാണ്. ഒരുമാതിരി കമ്പ്യൂട്ടർ സെന്റർ പോലെ. ദേ, എന്റെ ജോലിയെ പറ്റി പറയരുത്. അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാ. ഓ പിന്നെ കഷ്ടപ്പാട് ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. സിദ്ധാർത്ഥ വിളിച്ചപ്പോ കോഫി കുടിക്കാൻ പോയാ മതിയായിരുന്നു. എന്തേ ഇയാളെ മാത്രമേ കോഫി കുടിക്കാൻ ആളുകൾ വിളിക്കുമെന്ന് വിചാരിച്ച്? എന്നെ ആരും വിളിക്കില്ലെന്നാണോ വിചാരം? എനിക്കെന്റെ ഗായി ഉണ്ട് മാഡം. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുറച്ചു നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പോവാ. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? എന്തിന്? ഇന്നേ അവളുടെ ബർത്ത്ഡേയാ. കൂട്ടുകാർക്കൊപ്പം അവൾ എന്നെയും വിളിച്ചിട്ടുണ്ട് ആസ് എ സ്പെഷ്യൽ ഗസ്റ്റ്. അയ്യോ, സംസാരിച്ചിരുന്ന നേരം പോയി. ബർത്ത്ഡേക്ക് പോകാൻ സമയമായി. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ ബൈ. അവളെങ്ങാനും വിളിച്ചാലോ? വെറുതെ ചൂട് പിടിപ്പിക്കാനായിരിക്കും ഏട്ടത്തി. എങ്ങോട്ടും പോകുന്നുണ്ടാവില്ല. അയാൾ എവിടേക്ക് പോയാൽ എനിക്കെന്താ? എടാ കുരുത്തം കെട്ടവനെ എന്നെയല്ല അവനെ വെടിവെക്കും. ഞാൻ നിന്റെ ടീമാടാ. ഓ, ആരോട് പറയും ഈ മണ്ടനെയൊക്കെ കളിക്കാനും കൂട്ടി. ഓ എടാ എടാ തിരിഞ്ഞ് 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 എടാ ഞാൻ നിന്റെ ടീമാണ്. എടാ ഒരു മിനിറ്റ്. എന്താ അവളെവിടെ? അകത്തേക്ക് പോയി. എടാ നികേഷേ, ഈ ഷർട്ടിൽ ഏതാടാ കൊള്ളാവുന്നേ? ഇത് മതിയോ? ഇത് വേണോ? എടാ ഇത് ഓക്കെ ആണോടാ? ഇതൊക്കെ എന്താ എന്നോട് ചോദിക്കുന്നേ? നിനക്ക് അസൂയടാ. ഗായുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നതിന്റെ അസൂയ. ഓ കഷ്ടം. പോടാ. ഇതിടാ. താങ്ക് യു.
പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എന്റെ സുധീഷേട്ടാ, കൊതുകിന് മരുന്നടിക്കുമ്പോ അല്ലാതെ അടിക്കേണ്ടത്. ഈ മണം പെൺകുട്ടികൾക്ക് വലിയ ഇഷ്ടാടാ. പക്ഷെ ഇടത്തേക്ക് ശ്വാസം മുട്ടുവാണല്ലോ. ഞാനതിന് പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ദേ, ചൂട് ചായത്തെ മുഖത്തൊഴിക്കും. കേട്ടല്ലോ കേട്ടല്ലോ, ചായ പിടിച്ചോളൂ. ഓ വേണ്ട, ഈ ചായക്കാർക്ക് വേണമെന്നേ. അവിടെ ഗായു ബർത്ത്ഡേ കേക്കും വെറൈറ്റി ജ്യൂസും ഒക്കെ എന്നെ കാത്തിരിക്കല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓക്കെ, ബൈ ബൈ. എക്സ്ക്യൂസ് മീ നിധി, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? ഇത് ചളവാവുന്ന ലക്ഷണമുണ്ടേ, പറഞ്ഞില്ലെന്ന് വേണ്ട. പോടാ പോടാ. പവിഴമല്ലി പൂത്തുലഞ്ഞു നീലവാനം. നീ ആരെയായി നോക്കുന്നേ? പറയാം. ലൊക്കേഷൻ കറക്റ്റാ, പക്ഷെ വീട് ഏതായിരിക്കും? ഇതാണോ അതാണോ? വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഞാൻ ദേ പറഞ്ഞ ലൊക്കേഷനിലെത്തി. പക്ഷെ വീട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പുറത്തേക്ക് വരാം. സുധീഷേ, വാ, ഇതാ വീട്. അല്ല വിട്ടെ വിട്ടെ. നീ വന്നേ, എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാൻ. വാ. ഞാൻ ആരെയാണ് നോക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ദാ ഇയാളെ. മനസ്സിലായില്ല? ഇതാണ് ഞാൻ പറയാറുള്ള സുധീഷ്, എന്റെ ബോയ് ഫ്രണ്ട്. ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ് 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 ബ്രോ. ഹായ് ഹായ് ബ്രോ. ഹായ്. അബദ്ധാവും തോന്നല്ലോ ഭഗവാനെ. ഏത് നേരത്താണോ വരാൻ തോന്നിയത്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ സുധീഷ് ഡ്രൈവറാ, നല്ല സ്റ്റൈലൻ ഡ്രൈവർ. അതിനേക്കാൾ ഉപരി നല്ലൊരു ലിസണർ ആണ്. നല്ല ഫണ്ണായിട്ടുള്ള ഒരാളാ. സുധീഷിനോട് സംസാരിച്ചിരുന്ന നേരം പോകുന്നതേ അറിയില്ല. നമ്മുടെ പാതി പ്രശ്നം അപ്പൊ തന്നെ മാറി കിട്ടും. ഗായത്രി, അപ്പൊ ചടങ്ങ് തുടങ്ങിയാലോ? തുടങ്ങിയാലോ? എന്തോന്ന്? കേക്ക് കെട്ടിയേ. അല്ല, അതിന് ബർത്ത്ഡേ ഗായത്രിയുടേതല്ലേ? ഈ ബർത്ത്ഡേക്ക് നമ്മൾ ഒരുമിച്ച കേക്ക് കെട്ടിയുന്നേ. അയ്യോ. കട്ടിയോ? അതിനാദ്യം എന്റെ കൈ വിട്ടാലല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ പിടിച്ചു വെക്കാതെടി, നിന്റെ കമ്മ പറന്നു പോത്തുന്നില്ലല്ലോ. കേക്ക് കെട്ടിയ ഗായത്രി.
അങ്ങോട്ട് നീങ്ങി നിൽക്ക് സുധീഷേ. ആ അല്ലല്ല കട്ട് അങ്ങോട്ട് നീങ്ങി കേട്ടാ അവള് ഹാപ്പി ആവട്ടെ. വേണ്ട ഇവർക്കൊക്കെ കൊടുത്തേക്ക്. ഇങ്ങോട്ട് വാ സുധീഷേ. ഇനി എനിക്കിതാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കുറച്ച് ക്രീം എടുത്ത് കവളി തേക്ക് ബ്രോ. അയ്യോ അതൊന്നും വേണ്ട. ഒരു രസമല്ലേ? ആയിക്കോട്ടെ. ഏയ് വേണ്ട ഗായത്രി. ഇതിനെ ഇതൊക്കെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ പോവില്ലേ? ഓ വാട്ട് എ കൺസേൺ. അല്ല എനിക്കുള്ള ഗിഫ്റ്റ് എവിടെ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഗിഫ്റ്റോ? അയ്യേ ഗിഫ്റ്റ് ഇല്ലാതെയാണോ വരുന്നേ? എന്താ കാര്യത്തിന് നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൂടി ഇല്ലാണ്ടാണോ പുള്ളിക്കാരെ വന്നേ? അത് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇത്. പ്രേമിക്കുന്നവർക്ക് കൊടുക്കാനേ പനിനീർ പൂവിലും വലിയ സമ്മാനമുണ്ടോ? അയ്യോ ഇതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടോ? നാശം എന്റെ ഒരു കാര്യം കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. എന്താ നികേഷേ, ഇന്ന് വണ്ടി ബസ് സ്റ്റോപ്പിൽ പോകാതെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ സീനിടാൻ പോകാറുള്ളതല്ലേ? എന്താ ഇവിടെ ഇരിക്കണേന്ന്? നമുക്ക് വേണ്ട ആള് വരാതെ നമ്മളവിടെ പോയിട്ട് എന്താ കാര്യമുള്ളേ? എടോ ഇയാളുടെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ വന്നത്. ഇയാൾ എന്തിനാ അവരോട് ഞാൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെയാണോ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആവുന്നേ?